الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. حي على الفلاح. حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم.
مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. गुज़श्ता दिनों अमेरिका से मुझे खत आया കഴിഞ്ഞ ദിവസം से पर आप अपनी അമേരിക്കയിൽ നിന്നും എനിക്ക് കത്ത് വന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ജൽസാവേളയിലെ താങ്കളുടെ പ്രസംഗത്തിൽ अहमदियत में शामिल हो रहे हैं. ജനങ്ങൾ അഹമ്മദിയത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയും തബ്ലീഗ് മുഖേനയും അള്ളാഹുവിന്റെ നേരിട്ടുള്ള മാർഗദർശന മുഖേനയും അഹമ്മദത്തിലേക്ക് ശ്രദ്ധ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയുമുള്ള സംഭവങ്ങൾ വിവരിക്കുകയുണ്ടായി. लोग ईमान में भी मजबूत हो रहे हैं. ജനങ്ങൾ വിശ്വാസത്തിൽ ദൃഢത കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദത്തിന്റെ സത്യതയും അവരുടെ ഹൃദയങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും പറയുകയുണ്ടായി. मेरे दिल में ख्वाहिश पैदा हुई कि काश അവർ പറയുകയാണ്, ഇതെല്ലാം കേട്ടുകൊണ്ട് इसी दुनिया के എന്നിലൂടെയും ആരെങ്കിലും ജമാഅത്തിൽ പ്രവേശിച്ചിരുന്നെങ്കിൽ ഞാനും ഇതുപോലുള്ള അടയാളങ്ങൾ കാണുമായിരുന്നു എന്ന് ആഗ്രഹിച്ചുപോയി. कहते हैं कुछ देर के बाद मेरे फोन की घंटी बजी പറയുന്നു, तो एक खातून थी. കുറച്ചു കഴിഞ്ഞതിന് ശേഷം എന്റെ ഫോൺ ബെല്ലടിച്ചു. तो मैंने कहीं ഒരു സ്ത്രീയായിരുന്നു വിളിച്ചത്. बल्कि वेबसाइट पर അവർ പറഞ്ഞു, आपका नंबर देखा था. ഞാൻ ഒരു വെബ്സൈറ്റിൽ താങ്കളുടെ നമ്പർ കണ്ടിരുന്നു, मुझे इस्लाम में दिलचस्पी है. അതുകൊണ്ടാണ് വിളിച്ചത്. എനിക്ക് ഇസ്ലാമിൽ താല്പര്യമുണ്ട്, ഞാൻ താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു. खैर बड़ी दूर का सफर करके അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ വന്നോളൂ. वो उनके पास गई. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് किस तरह അവർ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. അവർ തന്റെ അവസ്ഥ വിവരിച്ചു. पैदा हुई. फिर इंटरनेट के जरिए से ഇസ്ലാമിൽ താല്പര്യം ജനിച്ചത് എങ്ങനെയെന്നും इसकी वजह से ഇന്റർനെറ്റിലൂടെ എങ്ങനെയാണ് കൂടുതൽ വിവരം ലഭിച്ചതെന്നും ईसाई हैं. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിയായ തന്റെ ഭർത്താവും ഭർതൃകുടുംബവും തന്റെ വിരോധിയായി തീർന്നെന്നും मुझसे लहदगी होगी. അവരുടെ കോപം സമ്പാദിച്ചുവെന്നും അവർ പറഞ്ഞു. वो भी അവരെ വേർപിരിഞ്ഞിരുന്നു. के फैसले के मुताबिक അവർക്ക് മക്കളുണ്ട്. देने पड़े. മക്കളെയും കോടതി വിധി അനുസരിച്ച് ഭർത്താവിന് നൽകേണ്ടി വന്നു. रखा और ये सब कुछ छोड़ दिया. എന്നിരുന്നാലും സത്യാന്വേഷണത്തെ അവർ എല്ലാറ്റിനേക്കാളും മുന്തിക്കുകയാണ് ചെയ്തത്. जमात अहमदिया की साइट पर അങ്ങനെ അവരെല്ലാം ഉപേക്ഷിച്ചു. എന്തായാലും അവർ പറയുന്നു, और एमटीए भी बकायदा അഹമ്മദിയ ജമാഅത്തിന്റെ സൈറ്റിൽ ചെന്ന് ഞാൻ ആഴത്തിൽ പഠനം നടത്തിയിട്ടുണ്ട്. MTA സ്ഥിരമായി കാണാറുമുണ്ട്. देखों की मालूमात ली, लेकिन मेरी तसल्ली कहीं नहीं हुई. താൻ മറ്റ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചും അറിവ് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അവരിൽ തൃപ്തി തോന്നിയിട്ടില്ല तो जमात എന്നും അവർ പറയുകയുണ്ടായി. मेरी तवज्जो रहती. എപ്പോഴൊക്കെ തന്റെ ശ്രദ്ധ ഇസ്ലാമിലേക്ക് തിരിഞ്ഞുവോ അപ്പോഴൊക്കെ ജമാഅത്തിന്റെ സാഹിത്യങ്ങൾ പഠിക്കാനാണ് ശ്രമിച്ചത് എന്നും അവർ പറയുകയുണ്ടായി. उन्होंने कहा हाँ वो जलसा भी मैंने सुना. കഴിഞ്ഞ ദിവസം MTA-യിൽ നമ്മുടെ ജൽസ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ ഒരു അഹമ്മദി പറഞ്ഞപ്പോൾ അതെ, ആ ജൽസയും താൻ കേട്ടിരുന്നുവെന്നും ये लिखते हैं ഇനി ഞാൻ യഥാർത്ഥ ഇസ്ലാമിൽ ചേരാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. उस वक्त उसके साथ बातें कर അദ്ദേഹം എഴുതുന്നു, मौजूद थी वहाँ. അവരോട് സംസാരിച്ചു കൊണ്ടിരുന്ന എന്റെ മകൾ എന്നോട് പറയുകയുണ്ടായി, कि ജൽസയിൽ പുതുതായി വരുന്നവരെയും പുതുതായി ചേരുന്നവരെയും കുറിച്ച് അവർക്ക് എങ്ങനെയാണ് അഹമ്മദത്തിന്റെ സത്യതയെക്കുറിച്ച് ദൃഢബോധ്യം വന്നത് എന്നതിനെപ്പറ്റി വിവരിച്ചു കൊണ്ടിരുന്നപ്പോഴും किस तरह അള്ളാഹുവിൽ നിന്ന് മാർഗദർശനം ലഭിച്ചുകൊണ്ടിരുന്നതിനെ പറ്റിയുമുള്ള സംഭവങ്ങൾ വിവരിച്ചപ്പോഴും रहनुमाई ആ പെൺകുട്ടി പറയുകയാണ്, ഞാൻ അവയെക്കുറിച്ച് കഥകളും അതിശോക്തികളുമാണ് എന്നാണ് കരുതിയത്. कुछ मुबालगा है, लेकिन इस औरत की बातें सुनकर मेरा ईमान भी ताज़ा हुआ. എന്നാൽ ഈ സ്ത്രീയുടെ കാര്യങ്ങൾ കേട്ട് बल्कि अल्लाह ताला എന്റെ ഈമാനും ചൈതന്യവത്തായിരിക്കുകയാണ്. ഇതൊന്നും അതിശോക്തികളല്ല, മറിച്ച് അള്ളാഹു ജനങ്ങളുടെ ഹൃദയങ്ങളെ ഇതിലേക്ക് അടുപ്പിക്കുകയാണ്. बस ഏതൊക്കെ രീതിയിലാണ് അള്ളാഹു മാർഗദർശനം നൽകുന്നത്? नौजवानों में भी बात हो ആയതിനാൽ വിദ്യാസമ്പന്നരും യുവാക്കളുമായവർ बढ़ा चढ़ा कर बयान हो ചിന്തിക്കുന്നുണ്ടാകും,
ചിലപ്പോൾ याद रखने വിചാരിച്ചേക്കാം ഏതെങ്കിലും സംഭവം വലിച്ചു കിട്ടി പറയുന്നുണ്ടാവാമെന്നൊക്കെ. होते हैं वाकयात, എന്നാൽ ഓർമ്മിച്ചുകൊള്ളുക, इससे कहानियां नहीं ഇവിടെ വിവരിക്കുന്ന സംഭവങ്ങളെല്ലാം കെട്ടുകഥകളല്ല, की तरफ से चलाई हुई മറിച്ച് യാഥാർത്ഥ്യങ്ങളാണ്. हैं जो मैं അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വീശിയ കാറ്റിന്റെ ചില സാമ്പിളുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. इनमें से चंद एक में लेता हूँ ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് और ഏതാനും ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. वो भी वहाँ बयान नहीं हो सकते। ജൽസയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന സംഭവങ്ങൾ തന്നെയും മുഴുവനും വിവരിക്കാൻ സാധിക്കാറില്ല. दौरान ने അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നത്, मिला तो बयान करता रहूंगा, ഈ വർഷം എനിക്ക് അവസരം കിട്ടിയാൽ नहीं हो सके। ആ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ടിരിക്കുമെന്ന്. എന്തായാലും ചിലത് വിവരിച്ചു, എന്നാൽ ചിലത് വിവരിക്കാൻ സാധിച്ചില്ല. बहरहाल തന്നെയുമല്ല, ഈ വർഷത്തെ സംഭവങ്ങൾ തന്നെ ഒരുപാടുണ്ടായിരുന്നു. हमारे ईमानों में मजबूत എന്തായാലും നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനും നാം എത്രമാത്രം അഹമ്മദത്തിൽ വേറുറച്ച് നിൽക്കുന്നുവെന്നും നമുക്കും ഇതിൽ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നും അള്ളാഹുവിൽ നിന്നും എങ്ങനെയാണ് മാർഗദർശനം തേടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും ഒരാത്മപരിശോധന നടത്തുന്നതിന് വേണ്ടിയുമാണ് ഞാൻ ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത്. बहरहाल इस हवाले से आज मैं नए शामिल होने वालों के कुछ वाकयात ഏതായാലും ഇത് സംബന്ധിച്ച് किस तरह अल्लाह ताला പുതുതായി ചേരുന്നവരുടെ ചില സംഭവങ്ങൾ, അവർക്ക് എങ്ങനെയാണ് അള്ളാഹു മാർഗദർശനം നൽകുന്നത് എന്നതിനെപ്പറ്റി വിവരിക്കുന്നതാണ്. इस वाकयात समझकर नहीं सुनना चाहिए, ഈ സംഭവങ്ങളെ വളരെ താല്പര്യത്തോടെ കേട്ടാൽ മാത്രം പോരാ, जो ईमान में ഈമാൻ വർദ്ധിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണിവ. अपनी हालतों के അങ്ങനെ തന്നെയാണ് ആയിരിക്കേണ്ടതും. चाहिए। अल्लाह ताला के जमात के അവ നമ്മുടെ അവസ്ഥകളെ പരിശോധിക്കുന്നവയായിരിക്കണം. साथी के जज्बात का അള്ളാഹു ജമാഅത്തിനോട് ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് നന്ദിയുള്ള വികാരത്തോടെയായിരിക്കണം നാം അവയെ ശ്രദ്ധിക്കേണ്ടത്. और इसकी अदायगी की तरफ तवज्जो തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ബോധവും അവ നിർവഹിക്കുന്നതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നവയായിരിക്കണം. इनकी रहनुमाई करना आज ലോകത്തിന് സത്യസന്ദേശം എത്തിക്കുകയും ये हमारा फर्ज അതിന് നേർമാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഇന്ന് നമ്മുടെ ജോലിയാണ്. ഇത് നമ്മുടെ ചുമതലയാണ്. कोशिशों की जरूरत, ആയതിനാൽ ഇത് നിർവഹിക്കുന്നതിലേക്ക് अमली हालतों നാം പരിശ്രമിക്കുമ്പോഴും अल्लाह ताला के बताए നമ്മുടെ പ്രവൃത്തികൾ ढालने की भी जरूरत है। അള്ളാഹു പറഞ്ഞ രീതിയിൽ ആക്കി മാറ്റേണ്ടതിന്റെ ആവശ്യകതയാണുള്ളത്. अमली नमूने नए आने वालों നമ്മുടെ പ്രവൃത്തി മാതൃക പുതുതായി വരുന്നവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതായി തീരുന്നതിനു വേണ്ടിയാണിത്. हाल अल्लाह ताला की ताइदात और किस तरह अल्लाह ताला रहनुमाई फरमाता है ഏതായാലും नमूने पेश करूंगा। അള്ളാഹുവിന്റെ സഹായങ്ങൾ यूनुस से അവനെങ്ങനെയാണ് മാർഗദർശനം നൽകുന്നത്, ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ മാതൃകകൾ ഞാൻ വിവരിക്കുന്നതാണ്. हैं मनिया साहिबा ദൂയ് ഷേഖ് मुतालिया का बड़ा മലിഹ സാഹിബ എഴുതുന്നു, मैंने कुरान करीम और कई दूसरी इस्लामी कुतुब का भी मुतालिया किया। വായിക്കാൻ ഞാൻ വളരെ താല്പര്യം കാണിക്കാറുണ്ട്. ഞാൻ വിശുദ്ധ ഖുറാനും മറ്റ് ഇസ്ലാമിക പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. എന്നാൽ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഉദാഹരണം സൂറ നിസായിലെ വചനം इसी तरह वफात मसीह വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും. हमेशा मेरी ഇതുപോലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ മരണം സംബന്ധിച്ച മറ്റു വചനങ്ങളും मैं या जिंदा आसमान എന്റെ ശ്രദ്ധയെ വിഷയീഭവിച്ചിട്ടുണ്ട്. सालिहीन में दज्जाल के औसाफ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചുവോ അല്ലെങ്കിൽ അദ്ദേഹം ആകാശത്തെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ऐसा शख्स कैसे भिजवा റിയാദു സാലിഹീനിൽ ദജ്ജാലിന്റെ ഗുണങ്ങൾ വായിക്കുകയുണ്ടായി. कि ईसा अलैहिस्सलाम ഖൈറുമ്മത്തിൽ അള്ളാഹു ഇങ്ങനെയുള്ള വ്യക്തിയെ അയക്കുന്നതെങ്ങനെ എന്ന ചിന്ത എനിക്കുണ്ടായി. इन ख्यालात से ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തിരുന്ന് എന്താണ് ചെയ്യുന്നത് എന്ന ചിന്തയും ഉണ്ടായി. अचानक एक रोज അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തിനു വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ചാനലുകൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ MT കാണുകയുണ്ടായി. मसीह पर മറ്റെല്ലാ ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചാനലായിരുന്നു അത്. मेजबान അതിലൊരു പാതിരിയുമായി ഈസാ നബി അലൈഹി സ്വലാമിന്റെ കുരിശുമരണം സംബന്ധിച്ച ചർച്ച നടക്കുകയായിരുന്നു. മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് അതിലെ സംഭാഷണങ്ങളും മറ്റും പ്രൗഢിയുള്ളതായിരുന്നു. फिर बाकायदगी से ഇതിനിടയിൽ വാഗ്ദത്ത മസീഹ് മിർസ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം അവതരിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമായി. പിന്നെ സ്ഥിരമായി MT കാണാൻ തുടങ്ങി. अहमदी न हो जाऊं। എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി എനിക്ക് സാവധാനം മനസ്സിലായി തുടങ്ങി. ശേഷം ഞാൻ ദുആ ചെയ്തു, അള്ളാഹുവേ, ഞാൻ അഹമ്മദിയാകുന്നവരെ നീ എനിക്ക് മരണം നൽകരുതേ.
അവസാനം ഞാൻ അഹമ്മദ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്ത് പ്രവേശിച്ചു. साहब अपनी वैद ഇത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. യമനിൽ നിന്ന് റംദാൻ സാഹിബ് തന്റെ ബയ്യത്തിന്റെ സംഭവം വിവരിക്കുന്നു. बहुत अच्छे लोग पाया എനിക്ക് ചൈന സമൂഹത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു. कि बाद അവർ വളരെ നല്ല ജനങ്ങളായാണ് എനിക്ക് കാണാൻ സാധിച്ചത്. मामला से नाजायज फायदा उठाकर ചില അറബികൾ और उनको बुरा അവരുടെ സൽപെരുമാറ്റത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരെ അധിക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. कि ये ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, अपने तमाम हुस्न अखलाक എത്ര നല്ല പെരുമാറ്റവും സ്വഭാവ ഗുണവുമുള്ള ഒരു സമൂഹം നരകത്തിൽ പോവുകയും പേരിന് മാത്രം മുസ്ലിങ്ങളായ നാം के वारिस ठहरे। സ്വർഗത്തിൽ പോവുകയും ചെയ്യുന്നത് എങ്ങനെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. कहते हैं मैंने तहकीक शुरू की और इस्लामी कुतुब पढ़नी शुरू की। ये तहकीक जारी അദ്ദേഹം പറയുന്നു, അതിനുശേഷം ഞാൻ അന്വേഷണം തുടങ്ങി, ഇസ്ലാമിക പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ये देखने का मौका मिला പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. होने वाले दलाइल വിവിധ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ചാനലുകളും ഞാൻ നോക്കുകയുണ്ടായി. അതിനിടയിൽ യാദൃശികമായി MTA കാണാനിടയായി. ऐसा लगा അതിൽ വിവരിച്ചിരുന്ന തെളിവുകൾ എന്റെ ശരീരത്തെ തന്നെ വിറപ്പിക്കും വിധം ഉറപ്പുള്ളതായിരുന്നു. ശരീരത്തിൽ ഷോക്കേറ്റതുപോലെ തോന്നി. इसको देखते देखते बेख्तियार रोने लगता। അതിനുശേഷം സ്ഥിരമായി MTA കാണാൻ തുടങ്ങി. ये एहसास गालिब था അത് കണ്ടുകൊണ്ട് അറിയാതെ കരഞ്ഞു പോകുമായിരുന്നു. പക്ഷെ ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന് എനിക്കറിയില്ലായിരുന്നു. कि सदाकत ദൈവം സ്വയം തന്നെ എന്നെ ഈ ചാനലിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഹജറത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യത മനസ്സിലാക്കുന്നതിന് അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുകയുണ്ടായി. ഓരോ പ്രാവശ്യവും എനിക്ക് അതിന് മറുപടി ലഭിച്ചത് ഒരുതരം വിറയലിന്റെ മനസ്സമാധാനത്തിന്റെ രൂപത്തിലായിരുന്നു. ഇതുപോലും എനിക്ക് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം സത്യവാനാണെന്ന ബോധ്യം വരുമായിരുന്നു. ഇതിനുശേഷം ഹജറത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുസ്തകങ്ങൾ പാരായണം ചെയ്തു. അവയിൽ നിന്നും എന്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിച്ചു. അതിനുശേഷം ഞാൻ ജമാഅത്തിൽ ബയ്യത്ത് ചെയ്ത് പ്രവേശിച്ചു. टॉम साहब टॉम ओवरगोल ये कहते हैं ഹോളണ്ടിൽ നിന്ന് ടോം സാഹിബ് പറയുന്നു, कबूलियत का कि मेरी उम्र 22 साल है और यूनिवर्सिटी का तालिब इल्म हूँ। मैंने 2014 के शुरू എനിക്ക് 22 വയസ്സുണ്ട്. में ഞാൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ്. बैत की। ഞാൻ 2014 തുടക്കത്തിൽ ആംസ്റ്റർഡമിലെ മസ്ജിദിൽ മഹ്മൂദിൽ വെച്ച് ബയ്യത്ത് ചെയ്തു. हमेशा ही से दीन से लगाव था और एक खास उम्र में तो खुदा की हस्ती पर ईमान भी बहुत था। എനിക്ക് മതത്തിൽ താല്പര്യമുണ്ടായിരുന്നു. तो जो न थी ഒരു പ്രായത്തിൽ എനിക്ക് ദൈവാസ്തിക്യത്തിൽ വളരെ വിശ്വാസമുണ്ടായിരുന്നു. इस बात का എന്നാൽ ഒരു പ്രത്യേക മതത്തിലേക്ക് എനിക്ക് ചായ്വുണ്ടായിരുന്നില്ല. ദിനേന എനിക്ക് തോന്നാൻ തുടങ്ങി, ലോകത്ത് തിന്മകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. सोचना चाहिए जो बात पैदाइश ഇദ്ദേഹം യുവാവാണ്. നമ്മുടെ യുവാക്കളും ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. ജന്മന അഹമ്മദിയായ നമ്മുടെ ചില യുവാക്കൾ ഇത് ചിന്തിക്കാറില്ല. कि दुनिया में बुराई बहुत फैल गई है। അദ്ദേഹം പറയുന്നു, बात ने मुझे मजबूर ലോകത്ത് തിന്മ ദിവസം തോറും വർദ്ധിച്ചു വരികയാണല്ലോ എന്ന ചിന്ത എന്നെ മതിച്ചുകൊണ്ടിരുന്നു. तालिया किया। ഇത് എന്നെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പഠിച്ചറിയാൻ എന്നെ നിർബന്ധിച്ചു. हकीक के दौरान में ഞാൻ ഒരുപാട് വായിച്ചു. होना शुरू हो സുഹൃത്തുക്കളോട് ഇത് സംബന്ധിച്ച് സംഭാഷണം നടത്തി. अपने दो अहम ഈ അന്വേഷണത്തിനിടയിൽ करता रहा। എന്റെ ഹൃദയം ഇസ്ലാമിലേക്ക് അടുക്കാൻ തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് 2 അഹമ്മദികളുമായി ഞാൻ സംസാരിക്കുകയും ചെയ്തു. അവരോടൊപ്പം ജമാഅത്തി സെന്ററിലും ഞാൻ പോയി. इस्लाम अहमदियत थी। ജമാഅത്തി അന്തരീക്ഷവും കണ്ടു. ഇതിൽ നിന്നും യഥാർത്ഥ ഇസ്ലാം അഹമ്മദിയത്താണ് എന്ന് എനിക്ക് ബോധ്യമായി. हजरत मसीह വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാം യഥാർത്ഥത്തിൽ ഈ ലോകത്ത് അവതരിച്ചിരിക്കുന്നുവെന്നും എനിക്ക് വ്യക്തമായി. अहमदियत ही वाहिद ഈസ അലൈഹി ഇസ്ലാം ഈ ലോകത്ത് അവതരിച്ചിരിക്കുകയാണ്. എല്ലാ മുസ്ലിങ്ങളും ഐക്യത്തിനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. അഹമ്മദിയ പ്രസ്ഥാനത്തിൽ മാത്രമേ യഥാർത്ഥവും സുദൃഢവുമായ ഐക്യമുള്ളൂ. അതിൽ യഥാർത്ഥ വിശ്വാസത്തിന് മാധുര്യം കാണാവുന്നതാണ്. का खत लिखा और खत लिखा അവർ പറയുന്നു, अल्लाह ताला ഞാൻ ഖലീഫത്തുൽ മസീഹിന് ദുആക്ക് എഴുതി. കത്തെഴുതിയതിനു ശേഷം അള്ളാഹു അനുഗ്രഹിച്ചു. ഇസ്ലാമിന്റെ സത്യത പൂർണ്ണമായും എനിക്ക് ബോധ്യമായി. मैं सीख रहा हूँ, മസ്ജിദ് മഹ്മൂദിൽ ചെന്ന് ഞാൻ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. कर रहा हूँ। ഞാൻ നമസ്കരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ ജീവിതം നയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. साहब हैं किर्गिस्तान से, कहते हैं कि जहाँ मैं പിന്നെ സലാം സാഹിബാണ്, കിർഗിസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം. काम करता അദ്ദേഹം പറയുന്നു, वहाँ मेरी एक कुलीग रशियन खातून അദ്ദേഹം ജമാഅത്തിന്റെ സദറാണ്. ഞാൻ जो ईसाई थी, ജോലി ചെയ്യുന്നിടത്ത് കൊലീഗ്രേഷൻ സ്ത്രീയുണ്ട്. गुफ्तगू के दौरान उन्होंने അവർ ക്രിസ്ത്യാനിയായിരുന്നു. अक्सर से അവരുമായി മതവിഷയങ്ങളെ സംബന്ധിച്ച് സംഭാഷണം നടന്നു. नान नहीं है। സംഭാഷണ മധ്യേ അവർ പറഞ്ഞു, इस्लाम എനിക്ക് മതത്തിലൊന്നും താല്പര്യമില്ല. अहमदाब इस्लामी उसूल അവർക്ക് ഇസ്ലാമിനെയും അഹമ്മദത്തിനെയും പരിചയപ്പെടുത്തി. के बारे में ഇസ്ലാം തത്വജ്ഞാനം എന്ന ഗ്രന്ഥം വായിക്കാൻ കൊടുത്തു. मुझे उनके
അവർ പറഞ്ഞു, മതത്തെ സംബന്ധിച്ച് എനിക്കുണ്ടായിരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇതിൽ നിന്നും ഉത്തരം ലഭിക്കുകയുണ്ടായി. इसके बाद ഇസ്ലാം ശരിക്കും സത്യമതമാണെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. और इस्लाम की सदाकत पर ഇതിനുശേഷം मजबूत होता അവർ ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ വായിക്കാൻ തുടങ്ങി. ഇസ്ലാമിന്റെ സത്യതയെക്കുറിച്ച് അവരുടെ വിശ്വാസം ദൃഢീകരിച്ചു വന്നു. ഏതുവരെ എന്നാൽ അവർ കാദ്യാനിലും പോയി ബയ്യത്ത് ചെയ്ത് വസിയത്ത് വ്യവസ്ഥിതിയിൽ അംഗമാവുകയും ചെയ്തു. जान साहब जो कि मजहबी ईसाई थे, ഹോളണ്ടിൽ നിന്ന് इसका वाक्य बयान करते हैं ഹർജാൻ സാഹിബ് അവർ ക്രിസ്ത്യാനിയായിരുന്നു. कि खुदा ताला से താൻ ഇസ്ലാം മതം സ്വീകരിച്ചതിനെ പറ്റി പറയുന്നു, की हमेशा तलाश थी, मगर बाइबल അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിനെ പറ്റിയും അവന്റെ സ്നേഹം സമ്പാദിക്കുന്നതിനെ പറ്റിയും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. खुदा के हुजूर दुआ की എന്നാൽ ബൈബിൾ ഒരിക്കലും ഇക്കാര്യത്തിൽ എനിക്ക് മാർഗദർശനമായിട്ടില്ല. ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നൊമ്പരത്തോടെ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ, നീ എന്നെ ഈ സത്യത്തിലേക്ക് നയിച്ചാലും നീയുമായി ബന്ധിപ്പിക്കുന്ന അസ്തിത്വവുമായി എന്നെ ബന്ധപ്പെടുത്തിയായാലും. രാജാവിന്റെ വാർഷിക ദിനമായിരുന്നു അന്ന്, अभी 1 घंटा भी ഹോളണ്ടിലെ രാജാവിന്റെ. അന്ന് എല്ലാവരും പുറത്തുപോയി സ്റ്റോൾ ഇടാറുണ്ടായിരുന്നു. ദുആ ചെയ്ത് 1 മണിക്കൂർ ആവുന്നതേ ഉള്ളൂ. ഞാൻ ജമാഅത്തിന്റെ സ്റ്റാളിന് മുന്നിലൂടെ കടന്നുപോയി. അവിടെ ഒരു അഹമ്മദി സുഹൃത്തിനെ കണ്ടു. അദ്ദേഹം എനിക്ക് ജമാഅത്തിനെ പരിചയപ്പെടുത്തി. की किताब दी, മറ്റു പുസ്തകങ്ങളോടൊപ്പം ഇസ്ലാം മത തത്വജ്ഞാനം എന്ന പുസ്തകവും എനിക്ക് തന്നു. दुनिया ही बदल गई। വീട്ടിലെത്തി ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ इस किताब का എന്റെ അവസ്ഥ തന്നെ മാറിപ്പോയി. मामूली इंसान नहीं, ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഒരു സാധാരണക്കാരനല്ല എന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ബോധ്യമായി. इस्लाम वाकई सच्चा ദൈവിക ജ്ഞാനം സിദ്ധിച്ചവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം രചിക്കാൻ സാധിക്കൂ. हुआ, ഇസ്ലാം ശരിക്കും സത്യമതമാണ്. पर एक गैर मामूली ഇതിനുശേഷം ഞാൻ ജൽസ സാലാന ഹോളണ്ടിലും ജൽസ സാലാന ജർമ്മനിയിലും പങ്കെടുത്തു. जवाब है। ഈ ആത്മീയ ജൽസ എന്നിൽ ഒരു അപൂർവ സ്വാധീനം ചെലുത്തുകയുണ്ടായി. ഇതെല്ലാം ഞാൻ ചെയ്ത ദുആക്കുള്ള ഉത്തരമാണെന്ന് എനിക്ക് ബോധ്യമായി. उन्होंने ഇതെനിക്ക് നിഷേധിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ ജർമ്മൻ ജൽസയിൽ अल्लाह साहिबा അദ്ദേഹം ബയ്യത്ത് ചെയ്തു. कहती हैं, लीबिया में गद्दाफी की हुकूमत का तख्ता उलटने के बाद ലിബിയയിൽ നിന്ന് ഹാല സാഹിബ बहुत तजारुब അവർ പറയുന്നു, कि अब तो इमाम मेहदी को ലിബിയയിൽ ഭരണം മാറിമറിഞ്ഞതിനു ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു, അവസ്ഥകൾ നേരാകാൻ ഇനിയെങ്കിലും ഇമാം മഹദി അയക്കണമേ എന്ന്. हज तख्तस मसीह मऊद अलैहिस्सलाम की അതിനുശേഷം ചാനലുകൾ മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് MTA കാണാൻ ഇടയായി. അതിൽ ഞാൻ വാഗ്ദത്ത മസീഹിന്റെ ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ ഞാൻ വളരെ ശ്രദ്ധിച്ചു. അങ്ങനെ ഞാൻ ആ ചാനലിലെ മറ്റു പരിപാടികൾ കാണാൻ തുടങ്ങി. വിശ്വാസങ്ങളെ കുറിച്ച് അറിയാൻ സാധിച്ചു. जिसके बाद मैंने फैसला किया कि ताखीर के बगैर 1 വർഷം വരെ ഈ അവസ്ഥ തുടർന്നു. चाहिए। താമസിയാതെ और फिर ये लिखती हैं, मुझे भी खत लिखती हैं, ബയ്യത്ത് ഉടനെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. ईमान और इस्तिकामत के लिए दुआ करें। പിന്നെ അവർ വിശ്വാസ ദൃഢീകരണത്തിനായി ദുആക്ക് അപേക്ഷിച്ചിരിക്കുകയാണ്. बुआ के मिशन हाउस के कौन है, अब्दुल्ला साहब, जो मिशन हाउस के में ड्राइवर की हैसियत से खिदमत की तौफीक पा रहे हैं, कहते हैं कि ഗോവ മിഷൻ ഹൌസിലെ അബ്ദുള്ള സാഹിബ്, अरसा बीत चुका അദ്ദേഹം മിഷൻ ഹൌസിലെ ഡ്രൈവറായി സാഹിബിനെ അനുഷ്ഠിച്ചു വരികയാണ്. അദ്ദേഹം പറയുന്നു, 2 വർഷമായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളൊന്നും ഉണ്ടായിട്ടില്ല. 2 വർഷം മുമ്പ് ജമാഅത്തിനെ പറ്റി പുതുതായി കേൾക്കുകയും ഇമാം മഹദി ആഗതരായിരിക്കുന്നുവെന്ന വാർത്ത എന്റെ ചെവിയിൽ എത്തുകയും ചെയ്തപ്പോൾ ഞാൻ സന്താന ലബ്ധിക്കായി ദുആ ചെയ്തു. സമയും അലീമുമായ അള്ളാഹുവെ, ശരിക്കും മസീഹ് മഹദി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിർസ ഗുലാം മുഹമ്മദ് സാഹിബാണ് ആ ഇമാം മഹദിയെങ്കിൽ നീ എനിക്ക് സന്താനങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കണമേ. മസീഹ് മുഹമ്മദിയുടെ ദാസരിൽ നീ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് और इसी माह मेरी अहली അദ്ദേഹം പറയുന്നു. से हो गई। അള്ളാഹുവിന്റെ ദുആ സ്വീകരിച്ചു. ആ മാസം തന്നെ എന്റെ ഭാര്യ ഗർഭിണിയായി. എനിക്കിപ്പോൾ ഒരു മകളുണ്ട്. अगर അങ്ങനെ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. बाजों को लेकिन हक के पहचानने की ख्वाहिश है ചിലർക്ക് തൃപ്തി വരുന്നില്ലെങ്കിൽ, और खुदा ताला के आगे സത്യം അറിയാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ बढ़ाएं। ये बात हज़रत मुस्लिम अलैहि सलाम ने फरमाई है। दुआ അള്ളാഹുവിന്റെ മുമ്പിൽ സകല ചിന്തകളും ഒഴിഞ്ഞ് ഏങ്ങലടിച്ചാൽ മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിട്ടുണ്ട്, നേരായ മാർഗത്തിൽ നടത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടതാണ്. रहनुमाई फरमाता है। അള്ളാഹുവിൽ നിന്ന് നേർമാർഗം ആഗ്രഹിക്കുന്നെങ്കിൽ, നീയത്ത് നല്ലതാണെങ്കിൽ അള്ളാഹു നേർമാർഗം നൽകും. होती है ഏതെങ്കിലും രീതിയിൽ, ചിലപ്പോൾ സ്വപ്നങ്ങൾ മുഖേന നേർമാർഗം നൽകും. അങ്ങനെ അഹമ്മദത്തിന്റെ സത്യം പ്രകടമാകുന്നു. वाक़यात हैं। अमीर साहब के अम्बिया കുറച്ച് സ്വപ്ന വിവരണങ്ങളുണ്ട്. के ഗാംബിയയിലെ അമീർ സാഹിബ് എഴുതി, डोंगे को कब्बे के एक दोस्त ഒരു സ്ഥലമുണ്ട് കോങ്കോയിലെ, ने कहा कि जब से जमात अहमदिया കോങ്കോന്റെ അടുത്ത്. हमेशा अच्छा महसूस किया।
ഒരു സുഹൃത്ത് പറഞ്ഞു, അഹമ്മദിയ ജമാഅത്തിന് സന്ദേശം കേട്ടതു മുതൽ എപ്പോഴും നല്ലതാണ് തോന്നാറുണ്ട്. അംഗങ്ങളുടെ പ്രകൃതി മാതൃകാപരവും ആകർഷണീയവുമാണ്. എന്നാൽ എനിക്കെപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് സകല മുസ്ലിം ഉലമാക്കളും അഹമ്മദിയത്തിനെ എതിർക്കുന്നത്? दावी के मुतालिक हमेशा शक में रहता था। एरिया मुझे मशवरा दिया कि मामला എല്ലാവരും തെറ്റാണെന്ന് സംഭവമല്ല. അതുകൊണ്ട് അഹമ്മദിയ ജമാഅത്തിന്റെ വാദത്തെ സംബന്ധിച്ച് അയാൾ എപ്പോഴും സംശയിച്ചുകൊണ്ടിരുന്നു. एक रात ख्वाब में അവിടുത്തെ മിഷറി വിഷയം അള്ളാഹുവിൽ അർപ്പിക്കാൻ ഉപദേശിച്ചു. നേർമാർഗത്തിനായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിനാൽ ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി. ഒരു രാത്രി സ്വപ്നത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അദ്ദേഹം അരുളി, വരൂ എന്റെ കൂടെ നടക്കൂ. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മറ്റു ചിലരും ഉണ്ടായിരുന്നു. ഞാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ ഒരു മരുഭൂമിയിലൂടെ കടന്നുപോയി. എവിടെയാണോ എത്തേണ്ടിയിരുന്നത് അവിടെ ദൂരെ നിന്ന് ചിലരെ ഞാൻ കാണാൻ തുടങ്ങി. ഞാൻ ഈ ആളുകളുടെ അടുത്തെത്തിയപ്പോൾ അവർ ജമാഅത്ത് അഹമ്മദിയയുടെ അംഗങ്ങളാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സംഘം ആളുകളുടെ കൂടിയായിരുന്നു. ആദ്യത്തെ സംഘവും രണ്ടാമത്തെ പിന്നീടുള്ള സംഘം. ഈ സ്വപ്നത്തിൽ നിന്ന് എനിക്ക് അഹമ്മദിയത്തിന്റെ സത്യത വ്യക്തമായി. ഞാൻ സ്വപ്നം മിഷണറി സാഹിബിനെ കേൾപ്പിച്ച് ബയ്യത്ത് ചെയ്ത് അഹമ്മദിയത്തിൽ അംഗത്വം നേടി. ഇദ്ദേഹം തബ്ലീഗ് ചെയ്യാറുണ്ട്. ഇദ്ദേഹം മുഖേന പലരും ബയ്യത്ത് ചെയ്തിട്ടുമുണ്ട്. ഹൈറ്റിയിലെ മുബല്ലിഗ് സാഹിബ് പറയുന്നു, നമ്മുടെ ഒരു നവ അഹമ്മദി അബ്ദുൽ മത്താലി സാഹിബ് പറയുകയുണ്ടായി, അദ്ദേഹം ജമാഅത്തിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ 2014 ഫെബ്രുവരി 2 ആഴ്ച നടന്ന കാര്യമാണ്. അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു, ഒരു ദിവസം അനന്യ സാധാരണമായി പ്രകാശിതമായിരുന്നു അത്. സൂര്യൻ വളരെ അടുത്താണെന്ന് തോന്നും. സൂര്യൻ വളരെ അടുത്ത് തിളങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് വളരെ വലിയൊരു ഭൂകമ്പമുണ്ടായി. ആ കാരണത്താൽ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഏകദേശം എല്ലാ വീടുകളും നശിച്ചു പോകുന്നു. ഇദ്ദേഹത്തിന്റെ വീടിന്റെ ചില ഭാഗങ്ങളും തകർന്നു വീണു. ഈ അവസ്ഥയെ മുൻനിർത്തി നോക്കിയപ്പോൾ ഞാൻ പോയി അഹമ്മദിയ മിഷൻ ഹൌസ് നോക്കട്ടെ എന്ന് എനിക്ക് തോന്നി. വീട്ടിൽ നിന്ന് മിഷൻ ഹൌസിലേക്ക് പുറപ്പെടുന്നു. വയലെല്ലായിടത്തും തകർന്നടഞ്ഞ കെട്ടിടങ്ങളാണ്. ജനങ്ങൾ റോട്ടിലിറങ്ങി അലറി കരയുകയാണ്. അഹമ്മദിയ മിഷനിലെത്തിയപ്പോൾ മിഷന്റെ കെട്ടിടം പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് കാണുന്നു. മുബല്ലിഗ് സാഹിബും മറ്റു ചില അഹമ്മദികളും വീടിനു വെളിയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ വരൂ സീപോർട്ടിൽ പോകാമെന്ന് പറഞ്ഞു. സീപോർട്ടിൽ എത്തിച്ചേർന്നപ്പോൾ വെള്ള നിറത്തിലുള്ള ഒരു നൗക അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അതിൽ കയറി സഞ്ചരിക്കുന്നു. ഈ കപ്പലിൽ മുമ്പേ തന്നെ അഹമ്മദികൾ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ആ വലിയ പെട്ടകത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സ്വപ്നം അവസാനിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്റെ ഹൃദയത്തിൽ ഈ കാര്യം ഉറച്ചുപോയി. ഇനി മോക്ഷമുണ്ടെങ്കിൽ അത് അഹമ്മദിയ ജമാഅത്തിൽ മാത്രമാണ്. അങ്ങനെ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്നും നമ്മുടെ മുബല്ലിഗ് സാഹിബ് എഴുതുന്നു, സിഖുകാരനായ ഒരു സുഹൃത്ത് ദാഭിങ്കർ സാഹിബ് അനുഭാവിയാണ്. അദ്ദേഹം ഓസ്ട്രേലിയൻ ജൽസയിൽ പങ്കെടുത്തു. ഒരുപാട് ആരാഞ്ഞ ശേഷം സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദിയത്ത് സ്വീകരിച്ചു. അദ്ദേഹം പറയുന്നു, 2 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഫോൺ ചെയ്തു. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കരയുകയായിരുന്നു. അദ്ദേഹം വിവരിച്ചു, 3 ദിവസം മുമ്പേ സ്വപ്നം കണ്ടു. ഞാൻ ഒരുപാട് അന്ധകാരമുള്ളിടത്താണുള്ളത്. ഈ ഇരുട്ട് കാരണം വളരെയധികം വെപ്രാളമുണ്ടായി. ശ്വാസം കിട്ടില്ലെന്ന് തോന്നി, മരിച്ചു പോകുമെന്ന് തോന്നി. ഈ അന്ധകാരത്തിൽ നിന്നെങ്ങനെ പുറത്തു കടക്കുമെന്ന് ആലോചിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അന്ധകാരത്തിൽ പ്രകാശമുണ്ടായി. അന്ധകാരം പ്രകാശമായി മാറി. ഒരു വയോധികൻ എന്റെ മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഈ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ എന്റെ കൈ പിടിച്ചുകൊള്ളൂ. അദ്ദേഹത്തിന്റെ കരം അദ്ദേഹം അടുത്തേക്ക് നീട്ടി. കൈ പിടിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ കരം ഗ്രഹിച്ചു. എന്റെ കണ്ണു തുറന്നുപോയി. ഞാൻ 2 ദിവസം അസ്വസ്ഥനായി. ഇതെന്ത് സ്വപ്നമാണ്? ആ സ്വപ്നവും വയോധികനും എന്റെ ചിന്തയിൽ നിന്ന് അകലുന്നതേ ഉണ്ടായിരുന്നില്ല. ആ ഇടയ്ക്ക് മുബല്ലിഗ് സാഹിബ് വിളിപ്പിച്ചു. മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഖലീഫമാരുടെയും ചിത്രങ്ങൾ കാണിച്ചു തന്നു. അതേ മസീമോദ് സ്വലാത്തു വസ്സലാമിന്റെ ഫോട്ടോ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹത്തെ തന്നെയാണ്, എന്റെ കൈ പിടിച്ചുകൊള്ളൂ.
അന്ധകാരത്തിൽ നിന്ന് മോചനം ലഭിക്കും എന്ന് എന്നോട് പറഞ്ഞ വയോധികൻ. फिरके में शामिल होने को दिल नहीं करता। മാലിയിലെ മുബല്ലിഗ് എഴുതുന്നു, मैं कुरान करीम और ഒരു വ്യക്തി അഹമ്മദിയ മിഷൻ ഹൌസിൽ ഫോൺ ചെയ്തു പറഞ്ഞു, ഞാൻ ഇന്ന് അഹമ്മദിയാവുകയാണ്, ദയവ് ചെയ്ത് എന്റെ ബയ്യത്ത് വാങ്ങിയാലും. ബയ്യത്ത് ചെയ്യാനുള്ള കാരണം തിരക്കിയപ്പോൾ മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കാരണം ഒരു ഫിർക്കയിലും ചേരാൻ മനസ്സനുവദിക്കുന്നില്ലായിരുന്നു. ഞാൻ വിശുദ്ധ ഖുർആന്റെയും ഹദീസിലെയും പാഠങ്ങൾ പഠിച്ച് അവയെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു. എന്നാൽ മുസ്ലിങ്ങളുടെ വർത്തമാനകാല അവസ്ഥ കാരണം എന്റെ ഹൃദയത്തിൽ എപ്പോഴും ദൈവം ഈ മതത്തെ ഇങ്ങനെ വിട്ടേക്കില്ലെന്നും മഹദിയുടെ ആഗമനം എന്തായാലും ഉണ്ടാവുമെന്നും തോന്നലുണ്ടാക്കി. मेरे हाथ पर आ गया। അപ്പോഴൊക്കെ ഇമാം മഹദിയുടെ കാര്യം ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഇന്നലെ ഞാൻ ദുആ ചെയ്ത് കിടന്നപ്പോൾ कहते हैं कि आपका ചന്ദ്രൻ വിണ്ണിൽ നിന്ന് വേർപെട്ട് മണ്ണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി സ്വപ്നം കണ്ടു. ചന്ദ്രൻ വന്ന് എന്റെ കയ്യിലെത്തി. और मैं बैत करता हूँ। അതിൽ നിന്ന് മഹദി വന്നു, गिनी गुनाह कर അദ്ദേഹം ജനങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ശബ്ദം പുറപ്പെട്ടു. साहब कहते हैं പിന്നീട് പറയുന്നു, താങ്കളുടെ റേഡിയോ ഈ സന്ദേശം തന്നെയാണല്ലോ നൽകുന്നത്, അതായത് ജാൽ മഹദി ജാൽ മഹദി. അതിനാൽ എനിക്കൊരു ശങ്കയുമില്ല, ഞാൻ ബയ്യത്ത് ചെയ്യുന്നു. मुझे सीधा रास्ता दिखाया। ജരി കണാക്കരി आपने देखा कि मुझे जिस നോമാൻ സാഹിബ് പറയുന്നു, है वही सही रास्ता है। എന്നെ ഒരു അഹമ്മദി സുഹൃത്ത് മുഹമ്മദ് സാഹിബ് തബ്ലീഗ് ചെയ്യുകയായിരുന്നു. എനിക്ക് മനഃശാന്തി ഉണ്ടായിരുന്നില്ല. എന്നെ നേർമാർഗത്തിൽ നയിക്കണേ എന്ന് ഞാൻ നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഈയിടയ്ക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ടു, എന്നെ ഏത് മാർഗത്തിലേക്കാണോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ശരിയെന്ന്. ഇതിൽ എന്റെ ഹൃദയം ശാന്തമായി. അള്ളാഹു താല എനിക്ക് ബയ്യത്ത് ചെയ്യാനുള്ള അനുഗ്രഹം തന്നു. एक दिन नमाज इस्तिखारा ജർമ്മനിയിൽ നിന്ന് ഇബ്രാഹിം കാലൂൻ സാഹിബ് എഴുതുന്നു, हज़रत मसीह मौद अलैहिस्सलाम को देखा। ജമാഅത്തുമായി ബന്ധപ്പെട്ട ശേഷം ഞാൻ എംടിയെ കാണാൻ തുടങ്ങി. ഇതിനുശേഷം ഞാൻ ഹസ്രത്ത് മസീമദ് ഇസ്ലാത്തു വസ്സലാമിന്റെ സത്യതയെക്കുറിച്ചറിയാൻ ദുആ ചെയ്യുകയും ഇസ്തിഖാറ ചെയ്യുകയും ചെയ്തു. ഒരു ദിവസം ഇസ്തിഖാറ നമസ്കാരത്തിന് ശേഷം സ്വപ്നത്തിൽ വാഗ്ദത്ത് മസീഹ് അലൈഹിസ്സലാം തന്റെ മാളികയിൽ നിന്ന് നടന്നു വരുന്നതായി കണ്ടു. हाथ खोलकर ഈ മാളികയുടെ ചുവരുകളിൽ നിന്ന് പ്രകാശത്തിന്റെ കിരണങ്ങൾ ചിന്നിച്ചിതറുകയായിരുന്നു. ഞാൻ ആശ്ചര്യചകിതനായി അങ്ങയുടെ മാളികയുടെ വാതിൽപ്പടിയിൽ അടുത്തു നിൽക്കുകയായിരുന്നു. ഞാൻ കുനിഞ്ഞ് എന്റെ കൈകൾ മുട്ടിൽ വെച്ചു. മസീഹ് സ്വലാത്തു വസ്സലാം തന്റെ കൈ എന്റെ തലയിൽ വെച്ചു. ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ തുടങ്ങി, साल कबल एमटी के जरिए जमात से तारुफ हुआ, സമ്മം വതാത്തും. का यकीन हो गया। അതിനുശേഷം ഞാൻ ഉണർന്നു. പറയുന്നു, അതിനുശേഷം എനിക്ക് വിശ്വസിക്കാനുള്ള മനസ്സ് വന്നു. रो रो कर മിസ്രിൽ നിന്ന് कोई निशान അലർ സാഹിബ് എഴുതുന്നു, तो ख्वाब में ഞാൻ മിസ്രി യുവാവാണ്. को एक मजलिस ഏകദേശം ഒരു വർഷം മുമ്പ് MTA കാരണം അഹമ്മദത്ത് അറിഞ്ഞു. लिखते हैं, मुझे लिख रहे ഫിർക്ക നാജിയ, അതായത് മോക്ഷാർഹമായ ജമാഅത്ത് ഇതാണെന്ന് ബോധ്യമായി. हैं, आपने मुझे ഞാൻ ബയ്യത്ത് ചെയ്തു. एक चांदी की ഒരു രാത്രി ഞാൻ കരഞ്ഞു അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിനായി അടയാളം ചോദിച്ചു. അപ്പോൾ സ്വപ്നത്തിൽ സ്വയം ഒരു മജ്ലിസ് കണ്ടു. मैं बेदार हुआ तो बहुत खुश था और ख्वाब അദ്ദേഹം എഴുതുന്നു, के दरमियान അവിടെ ഞാൻ താങ്കളെയാണ് കണ്ടത്. फिर सेरालियोन से അവിടുന്ന് എന്നെ लिखते हैं, ഖുർആൻ ആയത്ത് കൊത്തിയ ഒരു വെള്ളിമോതിരം അണിയിച്ചു. टोंगो फील्ड है, इस जमात के ഞാൻ ഉണർന്നപ്പോൾ വളരെ സന്തോഷവാനായിരുന്നു. पौधा नहीं लगा। അഹമ്മദത്ത് സ്വീകരിക്കാനുള്ള ചിന്ത എനിക്ക് പിന്നീടുണ്ടായി. एक अच्छे अखलाक के मालिक नौजवान थे। സെറാലിയോണിൽ നിന്ന് മുബല്ലിഗ് എഴുതുന്നു, मुताबिक കാനോ മാരിജിന്റെ വളരെ ദൂരത്തുള്ള ഒരു ജമാഅത്തായ ടാങ്കോ ഫീൽഡിന്റെ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ അഹമ്മദത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. और छोटी मस्जिद देखी। ആ ജമാഅത്തിന്റെ അടുത്ത ഗ്രാമത്തിൽ സൽസ്വഭാവിയായ ഒരു യുവാവുണ്ടായിരുന്നു. कहती है कि अगर तुम ഗ്രാമത്തിൽ ആചാരമനുസരിച്ച് അവിടുത്തെ ആളുകൾ ताला से അയാളെ ലീഡറാക്കാൻ കിരീടമണിയിച്ചു. मस्जिद में जाओ, ആ യുവാവ് വിവരിക്കുന്നു, കിരീടമണിയിച്ച രാത്രി സ്വപ്നത്തിൽ वालिद साहब വലുതും ചെറുതുമായ പള്ളികൾ കണ്ടു. വലുതിൽ നമസ്കരിക്കാൻ പോകാനായിരുന്നു ആഗ്രഹം. പക്ഷെ അപ്പോൾ ഒരു ശബ്ദം കേട്ടു, നിനക്ക് അല്ലാഹു തആല से ताल्लुक कायम करना है। നിന്റെ ദുആ സ്വീകരിക്കണമെങ്കിൽ, അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ആ ചെറിയ പള്ളിയിൽ പോകൂ. ഞാൻ ചെറിയ പള്ളിയിൽ പോയപ്പോൾ എന്റെ പിതാവ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മോനെ, ഇത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയാണ്. അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഈ പള്ളിയിൽ നമസ്കരിക്കുകയും ഇതുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യണം. യുവാവ് തുടർന്ന് പറയുന്നു, वहाँ के मौलवी साहब से रात ഈ സ്വപ്നത്തിനു മുമ്പ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനുശേഷം ഞാൻ ഗ്രാമവാസികളോട് അന്വേഷിക്കാൻ തുടങ്ങി, ഇവിടെ എവിടെയെങ്കിലും അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ പള്ളിയുണ്ടോ എന്ന്. ഒരാൾ ടാങ്കോ മസ്ജിദിന്റെ കാര്യം പറഞ്ഞു തന്നു. फजल है, अल्लाह ताला का फजल किसके साथ हो। അവിടുത്തെ മൗലിം സാഹിബുമായി ബന്ധപ്പെട്ടു. ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ ചേർന്നു. ശരിയായ കാരണം സൽസ്വഭാവമാണ്, ആധിക്യമല്ല. कि कसरत को ना देखो, അള്ളാഹുവിന്റെ ഫളലാണ്. जात और नुसरत कहाँ है।
അള്ളാഹുവിന്റെ അനുഗ്രഹം ആരോടൊപ്പമാണ് എന്നതാണ് കാര്യം. എല്ലാ മുസ്ലിം കക്ഷികളും ഒരു ഭാഗത്ത്, അഹമ്മദിയത്ത് അതിൽ നിന്നും വ്യതിരിക്തമാണെന്ന് കാണിച്ചു കൊടുത്തു. ख्वाब का जिक्र करते हुए വലുപ്പമല്ല നോക്കേണ്ടത്, അള്ളാഹുവിന്റെ പിന്തുണയും സഹായവും എവിടെയാണ് എന്നാണ് നോക്കേണ്ടത്. സ്വീകരിക്കപ്പെടുന്ന ദുആ എവിടെയാണ് അധികം എന്നാണ് നോക്കേണ്ടത്. अस्सलाम वालेकुम रहमतुल्लाह का കാമ്പ്യയിൽ നിന്ന് സ്വപ്നം വിവരിച്ച ഒരാൾ എഴുതുന്നു, और फिर ख्वाब ही में वो ഒരു രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഒരു വ്യക്തിയെ കണ്ടു. എന്റെ കൈ മുറുകെ പിടിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞു. फिर कहते मेरी आंख സ്വപ്നത്തിൽ അദ്ദേഹം ആരാണെന്ന് മനസ്സിലായില്ല. സ്വപ്നത്തിൽ തന്നെ ആളുകളോട് ചോദിച്ചു, ഇത് ആരാണ്? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, हमारे मौलवी से ഇത് അഹമ്മദിയ ജമാഅത്തിന്റെ ഇമാമാണ്. അപ്പോഴും കണ്ണു തുറന്നുപോയി. हमने MTA लगाया, പിറ്റേന്ന് രാവിലെ ഇദ്ദേഹം നമ്മുടെ മിഷൻ ഹൌസിൽ പോയി. जुमे का खुतबा MTA पे चल रहा था। മൗലം സാഹിബിന് സ്വപ്നം വിവരിച്ചു. बाद उन्होंने कहा कि कल रात इसी शख्स ने മൗലം സാഹിബ് MTA एक शख्स मेरे ख्वाब തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. और फिर എന്റെ ജുമാ ഖുതുബ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് ഇദ്ദേഹം പറഞ്ഞു, नायब नाज़िर ഈ വ്യക്തിയെ തന്നെയാണ് സ്വപ്നത്തിലും കണ്ടത്. പിന്നീട് അദ്ദേഹം അഹമ്മദത്ത് സ്വീകരിച്ചു. एक है मौजा वाली के एक दोस्त लालदीन साहब ने कुछ अर्सा कबल കാദിയാനിലെ ദാവത്ത് ഇലല്ലാ നായിബ് നാസർ സാഹിബ് പറയുന്നു, कह रहा है ഇവിടെ ഹനുമാൻഗഡിലെ 4 लोग आएंगे, वो आप മോജൻ വാലി എന്ന സ്ഥലത്ത് ഒരു സുഹൃത്ത് ലാൽദീൻ സാഹിബ് കുറച്ചു നാൾ മുമ്പ് ഒരു സ്വപ്നം കണ്ടു. का साथ देना, മരണപ്പെട്ട ഒരു കുട്ടി പറഞ്ഞു, താങ്കളുടെ അടുത്ത് 4 പേർ വരും. और उनको हम അവർ നിങ്ങൾക്ക് ഇസ്ലാം മതത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. बातें सुनने के बाद താങ്കൾ അവരുടെ കാര്യം അംഗീകരിക്കണം, लोगों के आने की അവരുമായി സഹകരിക്കണം, ख्वाब मिल गई। അവ പ്രാവർത്തികമാക്കണം. मैं आप लोगों को ഞങ്ങൾ ലാൽദീൻ സാഹിബിന്റെ വീട്ടിൽ പോയപ്പോൾ അഹമ്മദിയ സന്ദേശം മുഴുവനായി കേട്ട ശേഷം പറഞ്ഞു, നിങ്ങൾ വരുന്ന വിവരം എനിക്ക് നേരത്തെ തന്നെ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിരുന്നു. इनके लोकल जमात നിങ്ങളെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. वहाँ के അങ്ങനെ അദ്ദേഹവും മക്കളും മുഴുവൻ കുടുംബവും ബയ്യത്ത് ചെയ്തു. 1998 की बात है കിർഗിസ്ഥാനിലുള്ള कि ഒരു ലോക്കൽ ജമാഅത്ത്, असर अदा कर रहा था, അവിടെയുള്ള ഒരു നവ അഹമ്മദി ബഹാദുർ സാഹിബ് പറയുന്നു, गिरफ्तारी हुई, 1998 കാര്യമാണ്. उसकी ये आयत तिलावत വിനീതൻ അസർ നമസ്കരിക്കുകയായിരുന്നു. സലാം വീട്ടുന്നതിന് കുറച്ചു മുമ്പ് കശ്ഫിന്റെ അവസ്ഥ ഉണ്ടായി. वयाहदी मयशा വലത്തു ചെവിയിൽ ഖുർആനിലെ സൂറ യൂനിസിലെ ഈ ആയത്ത് ഓതപ്പെട്ടു, ताला सलामती घर की तरफ വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം की तरफ हिदायत देता है। വയഹദി മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം. मुझे बताया गया कि इस आयत की तशरीह അള്ളാഹുവാണ് നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അവൻ ഇച്ഛിക്കുന്നവരെ അവൻ സൽപന്താവിൽ നടത്തുന്നു. नमाज से फारिग होने के बाद मैं कुछ ശേഷം ज्यादा हैरान हूँ। ഈ കശ്ഫിന്റെ വ്യാഖ്യാനവും വിവരണവും ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഉസ്താദ് നൽകുമെന്ന് പറയപ്പെട്ടു. പിന്നെ ഈ അവസ്ഥ മാറ്റപ്പെട്ടു. നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ വളരെയധികം ആശ്ചര്യവാനായിരുന്നു. मुस्लिम किर्गिस्तान से रशिया आना पड़ा। എനിക്ക് എന്താണ് പറ്റിയത്? कुछ दोस्तों से मुलाकात हुई जिनका ताल्लुक इंडिया से था, लेकिन जमात के बारे में ഞാൻ ആശ്ചര്യപ്പെട്ടു. എനിക്കതുവരെ ഇന്ത്യ പോലൊരു രാജ്യം അറിയില്ലായിരുന്നു, പേരുപോലും കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് കിർഗിസ്ഥാനിൽ നിന്ന് റഷ്യയിൽ പോകേണ്ടി വന്നു. അവിടെ നിന്ന് ചില സുഹൃത്തുക്കളുമായി പരിചയപ്പെട്ടു. അവർ ഇന്ത്യക്കാരായിരുന്നു, എന്നാൽ ജമാഅത്തിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അവരുമായി മതപരമായ സംഭാഷണമൊന്നും ഉണ്ടായില്ല. ലൗകികവും ജോലി സംബന്ധവുമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. മെല്ലെ മെല്ലെ മതപരമായ കാര്യങ്ങളിൽ താല്പര്യവും ഔത്സുക്യവും വർദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം അഹമ്മദിയ ജമാഅത്തിനെ പരിചയപ്പെട്ടു. എനിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് സ്വീകരിക്കാൻ അവസരം ലഭിച്ചു. 2012 ബയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ പ്രവേശിച്ചു. വിനീതന് ആയത്തിന്റെ വ്യാഖ്യാനവും വിശദീകരണവും മനസ്സിലായി. മസീമു സ്വലാത്തു വസ്സലാമിന്റെ ബന്ധം കാദ്യാനുമായാണല്ലോ. എനിക്ക് അള്ളാഹു ജമാഅത്തിൽ പ്രവേശിക്കാൻ അവസരം തന്നു. ഇന്ത്യയിൽ നിന്ന് വന്നവർ തന്നെ എനിക്ക് ബയ്യത്തിന്റെ വഴിയായി മാറി. कस्बा है, वहाँ शेख कदीर साहब की अहलिया सुल्ताना बेगम നമ്മുടെ മൊബൈൽ ഇൻചാർജ് ചന്ദ്രപൂരിലെ മഹാരാഷ്ട്രയിലെ ये खातून അവരെ എഴുതുന്നു, आंध्र प्रदेश की एक शदीद ഇവിടെ ഗ്രാമമുണ്ട്. അവിടെ ഷെയ്ഖ് ഖദീർ സാഹിബിന്റെ ഭാര്യ സുൽത്താന ബീഗം കുറച്ചു കാലമായി അഹമ്മദിയ ജമാഅത്തിനെ കഠിനമായി എതിർത്തു വരുന്നു. ഈ വനിത ആന്ധ്രാപ്രദേശിലെ पहुंच गई। ബദ്ധവൈരിയായ ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ്. तमाम तर रिश्तों को हैशमान കല്യാണത്തിന് ശേഷം അവരുടെ ഭർത്താവ് ഷെയ്ഖ് ഖദീർ സാഹിബ് അഹമ്മദത്തെ സ്വീകരിച്ചു. ഇത് കാരണം വീട്ടിൽ വലിയ ഒച്ചപ്പാടുണ്ടായി. വിഷയം ഖുലാ തലാഖ് വരെ എത്തി. ഷെയ്ഖ് ഖദീർ സാഹിബ് അഹമ്മദത്തിന് മുമ്പിൽ എല്ലാ ബന്ധങ്ങളും നിസ്സാരമെന്ന് മനസ്സിലാക്കി ക്ഷമ കാണിച്ചു. ഖദീർ സാഹിബ് പറഞ്ഞതനുസരിച്ച് ഞങ്ങളും അവരുടെ ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കി, താങ്കളുടെ ഭർത്താവ് സത്യമാർഗത്തിലാണ്, താങ്കളും ദുആ ചെയ്യുക, അള്ളാഹു താല തീർച്ചയായും മൂസാദ് കാണിക്കും. പക്ഷെ അവർ അഹമ്മദത്ത് കാരണം
ഈമാൻ നശിച്ചു പോകരുത് എന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിനാൽ അഹമ്മദുമായി ദൂരപ്പെട്ടു നിൽക്കാൻ ശ്രമിച്ചു. कि एक बुजुर्ग उन्हें कलमा पढ़ा रहे हैं। വീട്ടിൽ MTA ഉണ്ടായിട്ടും അവർ മദനി ചാനൽ കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ അള്ളാഹു താല തന്റെ അത്ഭുതം പ്രകടമാക്കി. ഒരിക്കൽ സുൽത്താന സാഹിബ് സ്വപ്നത്തിൽ ഒരു വയോധികൻ അവരെ കലിമ ചൊല്ലിക്കുന്നതായി കണ്ടു. പരിശുദ്ധ ഖുർആൻ അവസാന ശരീഅത്താണ്, അതിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു. അവർ പറയുന്നു, उसके बाद दोबारा एक ख्वाब देखा അവരുടെ മനസ്സിൽ ആ വന്യ വയോധികൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. ആ സ്വപ്നത്തിൽ അവർക്ക് സമാധാനം ലഭിച്ചില്ല. എന്നാൽ കുറച്ചു നാളത്തേക്ക് അവരത് നിശബ്ദമാക്കി വെച്ചു. കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും സ്വപ്നം കണ്ടു. അടുത്തുള്ള എല്ലാ സ്ഥലത്തും അഹമ്മദത്ത് വ്യാപിച്ചിട്ടുണ്ട് എന്ന്. ആരോട് ചോദിച്ചാലും അവരൊക്കെ ഞങ്ങൾ അഹമ്മദികളാണ് എന്നാണ് പറയുന്നത്. പിന്നീട് അവർ കണ്ടു, മുട്ടയുടെ മഞ്ഞക്കുള്ളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയിരിക്കുന്നു. അതിൽ എഴുതപ്പെട്ടിരിക്കുന്നു, ഇമാം മഹ്ദി അലൈഹിസ്സലാം വന്നു കഴിഞ്ഞു. സ്വപ്നത്തിൽ തന്നെ അഹമ്മദത്തിനെ എതിർക്കുന്ന സഹോദരനോട് ഇവർ ശരിക്കും സത്യവാൻമാരാണ് എന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പോൾ തന്നെ അവർ ബയ്യത്ത് ചെയ്തു. में एक बुजुर्ग बंगे जारा साहब ने മാലിയിലെ കോലിക്കോറയിൽ एक लंबा നിന്ന് നമ്മുടെ മൗലവി സാഹിബ് എഴുതുന്നു, कि वो एक बहुत അവരുടെ ഗ്രാമം ഷോമയിലെ और जब उसकी बुलंदी ഒരു വയോധികനായ ബംഗോര സാഹിബ് പറഞ്ഞു, नजर आते हैं और इन फूलों की दाएं जान വളരെ കാലം മുമ്പ് ഒരു സ്വപ്നം കണ്ടു. ख्वाब में उन्हें അദ്ദേഹം വളരെ വലിയൊരു മതിൽ ചവിട്ടിക്കയറുകയാണ്. അതിന്റെ ഉച്ചിയിലെത്തിയപ്പോൾ ഒരുപാട് പൂക്കൾ കണ്ടു. इन लोगों में शामिल हो जाओ। ശേഷം ആ പൂക്കളുടെ വലതുഭാഗത്ത് इससे क्या मुराद? ഒരുപാട് ആളുകൾ ഇരിക്കുന്നതായി കണ്ടു. സ്വപ്നത്തിൽ പറയപ്പെട്ടു, നിനക്ക് ഇസ്ലാം പഠിക്കണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയണമെങ്കിൽ ഇവരോടൊപ്പം ചേരൂ. എന്നാൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. रेडियो के लोग हैं, इनमें शामिल हो जाओ। പിന്നെ അഹമ്മദിയ റേഡിയോ 100 കേൾക്കാൻ തുടങ്ങിയപ്പോൾ बैत कर ली। വീണ്ടും സ്വപ്നം കണ്ടു. अल्लाह ताला जब അപ്പോൾ പറയപ്പെട്ടു, അത് അഹമ്മദിയ റേഡിയോയിലെ ആൾക്കാരാണ്, അവരോടൊപ്പം ചേരൂ, ദൈവത്തിലെത്താം. पुराने ये पैदा ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. हमारी भी जिम्मेदारी बहुत बढ़ जाती है। അള്ളാഹു താല ഇത്തരം ആൾക്കാർക്ക് മാർഗദർശനം നൽകുമ്പോൾ, अल्लाह ताला അത്തരം കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളെപ്പോലെയുള്ള മുൻപേയുള്ള जैसा कि मैंने कहा ജന്മന അഹമ്മദികളായ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. നമ്മുടെ അവസ്ഥകളെ എപ്പോഴും നിരീക്ഷിക്കുക, അള്ളാഹു താലയുമായി ബന്ധം സ്ഥാപിക്കുക, നമ്മുടെ അമലുകളുടെ അവസ്ഥ നന്നാക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. बढ़ते चले जाना है। ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും ഓർക്കുക, നമ്മുടെ ആലസ്യം നമ്മെ ജമാഅത്തിൽ നിന്ന് അകറ്റിക്കളയരുത്. അള്ളാഹുവിന്റെ വിധിയാണ്, അഹമ്മദിയത്തിന്റെ കാഫില മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. बाकी നാമും എപ്പോഴും ഈ സംഘത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കേണ്ടതാണ്. जहाँ फतवे जो है अहमदी के खिलाफ बड़े फतवे दिए, ഇങ്ങനെ ചില കാര്യങ്ങളുമുണ്ട്. लेकिन फतवे बाज दफा सबक देने के लिए अल्लाह ताला മറ്റു ചില കാര്യങ്ങളുമുണ്ട്. के അഹമ്മദത്തിനെതിരായി ഒരുപാട് ഫത്തവകൾ ഇറക്കുന്നു. करने वाले बन जाते हैं। എന്നാൽ ഫത്തവകൾ കാരണം പാഠകം നൽകാനുള്ള അവസരം അള്ളാഹു താല സൃഷ്ടിക്കുന്നു. एक खातून है जिहाद साहिबा कहती हैं ഈ ഫത്വകളുടെ ഉന്നം ഫത്വ നൽകിയവരായി മാറുന്നു. इखवानुल मुस्लिमीन के മുസ്ലിമിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരി थे और इसकी अंधी तकलीद करते हैं। അവരെഴുതുന്നു, तंजीम ने अहमदियत को എന്റെ പിതാവ് इस्लाम से खारिज होने का മുസ്ലിം ബദർഹുഡുമായി तंजीम दारुल इफ्ता से ബന്ധം വെക്കുന്ന ആളായിരുന്നു. एक मरतबा ഇതിൽ അന്ധമായി വിശ്വസിച്ചിരുന്നു. हमारे अकरबा के सामने ഇവർ തന്നെ पर एक झूठा അഹമ്മദിയത്തിനെ നാദുബില്ലാ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് उठाए മിർസിലെ തന്നെ മറ്റൊരു സംഘടനയായ ദാറുൽ ഇഫ്തായെ കൊണ്ട് ഫത്വ ചെയ്യിപ്പിച്ചിരുന്നു. से इंतकाम ले ഒരിക്കൽ എന്റെ പിതാവ് നമ്മുടെ ബന്ധുക്കളുടെ മുമ്പിൽ ഞങ്ങളുടെ പേരിൽ കള്ളവരപണം നടത്തി. ഇതിനാൽ ഞാൻ വളരെയധികം നിസ്സഹായായിക്കൊണ്ട് കൈ ഉയർത്തി, അള്ളാഹുവേ, तो कोई നീ നിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ സഹായിച്ചാലും में इस वक्त शवाल के लोग എന്ന് ദുആ ചെയ്തു. കള്ളം പറഞ്ഞുകൊണ്ട് തങ്ങൾ സത്യവാന്മാരാണെന്ന് വാദിക്കുന്നവരോട് कि मिस्र के हालात के നീ പകരം ചോദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. बढ़ाने की इंतहा न रही कि अल अजहर ने വാഗ്ദത്ത് മസീഹ് അലൈഹി സ്വലാം സത്യവാനാണെങ്കിൽ നീ അടയാളം കാണിച്ചാലും എന്നും ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഷവ്വാൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. മഗ്രിബ് അടുത്ത സമയമായിരുന്നു. മിസ്രിലെ പരിസ്ഥിതികൾ അറിയാൻ TV ഓൺ ചെയ്തു. ഞാൻ അത്ഭുതപ്പെട്ടു. में जामियातुल अजहर से जारी करदा അൽ അസർ दारुल इफ्ता की तरफ से जारी करदा फतवे पर മുസ്ലിം ബദറുഡിനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ അവരെ മുർത്തദായി പ്രഖ്യാപിക്കപ്പെട്ടു. से आपको ആ സമയത്ത് ഞാൻ നാര തക്ബീർ വിളിച്ചുകൊണ്ട് പറഞ്ഞു, फतवा निकाला और इसके बिलमुकाबिल आपको एक ज्यादा कवी ഹദരത്ത് മസീഹ് സ്വലാത്തു വസ്സലാം യഥാർത്ഥമായ സത്യവാനാണ്. हज़रत मसीह अलैहि सलाम ही हक पर हैं। മിസ്രിൽ
ജാമിയത്തുൽ അസറിൽ നിന്നും വരുന്ന ഫത്വകൾക്ക് ദാറുൽ ഇഫ്തായിൽ നിന്നുള്ള ഫത്വയേക്കാൾ പ്രാധാന്യം നൽകപ്പെട്ടിരുന്നു. ഞാൻ പിതാവിനോട് പറഞ്ഞു, ഇപ്പോൾ നോക്കൂ, അള്ളാഹു താലയിൽ നിന്ന് എന്ത് മറുപടിയാണ് ലഭിച്ചത്. താങ്കൾ ഒരു ഫത്വ ഇറക്കി, അതിന് പ്രത്യുത്തരമായി അതിലും കഠിനമായ ഫത്വ അള്ളാഹു നൽകി. അത് മസീഹ് സ്വലാത്തു വസ്സലാം തീർച്ചയായും സത്യവാനാണ്. हाशिया लगा हुआ है कि मुखालिफों ने ഹസരത്ത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, कि लोग आने से रुके हैं। ആ സമയത്ത് 1-2 പേർ കൂടെയുണ്ട്, മറ്റാരുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ കാണുന്നു, സംഘമായി ആളുകൾ വരുന്നു. इल्हाम का एक निशान होता है। ഇത് മാത്രമല്ല, फिर एक जगह फरमाया कि अल्लाह ताला नहीं चाहता ഇതിന്റെ മേലെ മറ്റൊരു വിവരണം കൂടിയുണ്ട്. अल्लाह ताला എന്തെന്നാൽ ശത്രുക്കൾ ജനങ്ങൾ വരാതിരിക്കാൻ അവസാനം വരെ ശ്രമിച്ചു. എന്നാൽ അവസാനം अल्लाह ताला के फजल से പ്രവചനം പൂർത്തിയാവുക തന്നെ ചെയ്തു. നമ്മുടെ അടുത്ത് വരുന്ന ഓരോ വ്യക്തിയും ഇൽഹാമിന്റെ അടയാളമാണ്. പിന്നീടൊരിക്കൽ അരുളി, നമ്മുടെ ജമാഅത്തിന്റെ ഈമാൻ ദുർബലപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. मुखालफत में അള്ളാഹു നമ്മുടെ ജമാഅത്തിന്റെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുകയാണ്. अपने अंजाम को देख അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ फरमाते हैं, അതിന്റെ സരണി ഇന്ന് നിലനിൽക്കുന്നു. मुझे मामूर किया है। എന്നാൽ ചില माँ ने मुझे നിർഭാഗ്യവാന്മാർ ദൃഷ്ടാന്തങ്ങൾ കണ്ടുകൊണ്ടും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, സത്യം തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് എതിർപ്പിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. वो देखते यानी मुखालिफ അങ്ങനെയുള്ളവർ ഒരു നാൾ അവരുടെ അവസാനം കാണും. അത് മസീഹ് സ്വലാത്തു വസ്സലാം പറയുന്നു, അള്ളാഹുവാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നത്, അള്ളാഹുവാണ് എന്നെ അയച്ചിരിക്കുന്നത്. आना खुदा के हुक्म से बताया है, वो खुद അവർ നോക്കേണ്ടത്, അതായത് ശത്രുക്കൾ നോക്കേണ്ടത്, अपने साथ रखता है या नहीं। അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് വന്നതെന്ന് വാദിക്കുന്ന വ്യക്തിക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും ഉണ്ടോ ഇല്ലേ എന്നാണ്. और तायद पर तायद देखी, लेकिन എന്നാൽ അവർ അടയാളങ്ങൾക്ക് മേൽ അടയാളങ്ങൾ കണ്ടു, എന്നിട്ടും അവർ പറഞ്ഞു ഇത് കള്ളമാണ് എന്ന്. क्या उम्मीद रखूं? അവർ സഹായങ്ങളുടെ മേലെ സഹായങ്ങൾ കണ്ടു, खुदा के कलाम के എന്നിട്ടും പറഞ്ഞു ഇത് മായാജാലമാണ് എന്ന്. उसका नाम सुनते ही ये हथियार डाल देते അള്ളാഹുവിന്റെ വചനങ്ങളെ അപമാനിക്കുന്ന ഇവരിൽ നിന്ന് ഞാൻ എന്ത് പ്രതീക്ഷിക്കാനാണ്? कि अंजाम किसके हाथ। അള്ളാഹുവിന്റെ വചനങ്ങളോടുള്ള ആദരവിന്റെ പ്രകടനം കേൾക്കുന്ന മാത്രയിൽ ആയുധം ദൂരെ കളയലായിരുന്നു. अंजाम जल्दी എന്നാൽ ഇവർ കൂടുതൽ എതിർക്കാൻ തുടങ്ങി. इंशाअल्लाह ताला അവസാനം ആരുടെ കയ്യിലാണ് എന്ന് അവർ സ്വയം കാണും. पता चला जाए। അള്ളാഹു ശത്രുക്കൾക്കും അവിടെ അന്ത്യം പെട്ടെന്ന് കാണിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ. नमाज അഹമ്മദ ജമാഅത്തിന്റെ കാഫില മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. पढ़ाऊंगा അള്ളാഹു ഇതിന്റെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. നാം എല്ലാം ഇതിന്റെ ഭാഗമായി തീരട്ടെ. जो कि लंबे अरसे ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ ജനാസ നമസ്കരിപ്പിക്കുന്നതാണ്. फैमिली के साथ 2 ജമീൽ അഹമ്മദ് സാഹിബ് 3 सितंबर को ये वापस ദീർഘകാലം ജർമ്മൻ താമസക്കാരനാണ്. लंबर शहर के 2 വണ്ടികളായി കുടുംബസമേതം UK ജൽസയിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു. हादसा पेश आए, गाड़ी को സെപ്റ്റംബർ 3 ജർമ്മനിയിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു. രാത്രി വഴിയിൽ ലാംബർഷേന്റെ അടുത്ത് വെച്ച് റോഡ് പണി നടക്കുകയായിരുന്നു. അവിടെ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി. उसे ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ മകളായിരുന്നു. तवाज़ुन कायम न रहेगा। दूसरी സംഭവത്തിനിടെ പിറകിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന വാഹനം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും കൂട്ടിയിടുകയും ചെയ്തു. അക്കാരണത്താൽ വണ്ടി അടുത്ത ലൈനിലേക്ക് നീങ്ങിപ്പോയി അതിലെ വന്നുകൊണ്ടിരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിച്ചു. उम्मीद साहिबा അതിന്റെ ഫലമായി रीजा सलीना ജമീല അഹമ്മദ് സാഹിബിന്റെ अहमद उम्र ഭാര്യ അഹമ്മദുല്ല ഹമീദ് സാഹിബ, 10 साल അദ്ദേഹത്തിന്റെ പൗത്രി ताला को प्यारी हो गई, അസീസ സലീന ജമീല 11 വയസ്സ്, जबकि जमील അതിന്റെ പേരമകൾ ഫാത്തിഹ റാണ 10 വയസ്സ് അവർ വഫാത്താവുകയുണ്ട്. ഇന്നലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. उनका नवासा ജമീൽ സാഹിബിന്റെ മകൾ कौमे में चले गए। अल्लाह ताला का ഹംദ, बेहतर है। अल्लाह ताला വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നവർ, അവരും അവരുടെ പൗത്രനും സാരമായ പരിക്കുകളാൽ കോമയിലായി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവരുടെ അവസ്ഥ ഭേദമായി വരുന്നു. അള്ളാഹു താല സുഖം നൽകട്ടെ. അമത്തുൽ ഹമീദ് സാഹിബ 15 വർഷം ലജ്നായമാല സദറായി बैतुल जामे आफन സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചുകൊണ്ടിരുന്നവരാണ്. रखने की सादत भी पाई। ബൈത്തുൽ ജാമിയയുടെ തറക്കൽ വേളയിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചു. ഇവർ പരേത മുൻ അമീർ റാണ ഖിയാമത്തുള്ള സാഹിബിന്റെ മകളാണ്. റാണ സാഹിബിന് അസിറാന രാഹം മൂലാകാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു. मरहूमीन की സലാം ജലീദിന്റെ കേസിൽ ആദ്യമായി तरफ फरमाए और पीछे रहने वालों को सब्र ഇവരുടെ മേലാണ് നടത്തിയത്. അള്ളാഹു ഈ മരണപ്പെട്ടവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. വേർപിരിഞ്ഞവർക്ക് ക്ഷമയും സഹനവും നൽകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل
سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله